ദൈവത്തിന്റെ പരിശുദ്ധവും ഉന്നതവുമായ നാമം ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ആരാധനയിൽ, വിശുദ്ധ ദേവാലയത്തിലും ദൈവം നമുക്ക് പാർക്കുവാൻ തന്നിരിക്കുന്ന ഭവനങ്ങളിലും ആയിരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായ എല്ലാ ദൈവജനത്തെയും ഓർത്ത് നിങ്ങളുടെ ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വിശുദ്ധ ആരാധനാലയത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവും വിശുദ്ധമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആരാധനയും ശുശ്രൂഷകളും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സന്തോഷത്തിനും അനുഗ്രഹത്തിനും മുഖാന്തരം ആയി തീരട്ടെ. ദൈവവചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കാൻ, റൈസ് ആൻഡ് ഷൈൻ. ഇതാണ് ഇന്ന് സഭയായിട്ട് എടുത്തിരിക്കുന്നതായിട്ടുള്ള വിഷയം. എഴുന്നേറ്റ് പ്രകാശിക്കുക. പ്രാരംഭമായി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദിസ് ഇസ് എ കോൾ ഫ്രം ഗോഡ്. ദൈവത്തിങ്കൽ നിന്നുള്ളതായ ഒരു വിളിയാണ്, ഒരാഹ്വാനമാണ് എഴുന്നേറ്റ് പ്രകാശിക്കുക എന്നുള്ളത്. ഇവിടെ യഹോവയായ ദൈവം തന്റെ ജനത്തോട് ആവശ്യപ്പെടുകയാണ്, എഴുന്നേൽക്കുക, പ്രകാശിക്കുക. അപ്പൊ ദൈവജനമേ, ഈ ഭാഗത്ത് നിന്നുകൊണ്ട് നാം ചിന്തിക്കുവാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധകൾ ക്രോഡീകരിക്കപ്പെട്ടിരിക്കട്ടെ. അശ്രദ്ധമായ കാര്യം ഈ ചിന്തകൾ ശ്രമിക്കാനായിട്ട് ഇടയായി തീരട്ടെ. ഇവിടെ നമ്മൾ കാണുവാനുള്ള സമയത്ത് ആരോടാണ് എഴുന്നേൽക്കുവാനായിട്ടുള്ളതായ ആഹ്വാനം? എഴുന്നേൽക്കുവാൻ കഴിയുന്നവനോടാണ് എഴുന്നേൽക്കുവാനായിട്ടുള്ളതായ ഒരാഹ്വാനം കൊടുത്തിരിക്കുന്നത്. ഇവർ എഴുന്നേൽക്കാത്തതിന്റെ കാരണം ആരോടാണ് സ്വാഭാവികമായിട്ട് നമ്മൾ എഴുന്നേൽക്കുവാൻ ആവശ്യപ്പെടുന്നത്? ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കുവാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ എന്റെ മുമ്പിൽ ഇരിക്കുന്നതായിട്ടുള്ള നിങ്ങൾ എഴുന്നേൽക്കും. അപ്പോൾ ഇരിക്കുന്നവരോട് ആവശ്യപ്പെടും എഴുന്നേൽക്കുവാൻ, കിടക്കുന്നവരോട് ആവശ്യപ്പെടും എഴുന്നേൽക്കുവാൻ, ഉറങ്ങുന്നവരോട് ആവശ്യപ്പെടും എഴുന്നേൽക്കുവാൻ, മയക്കത്തിലായിരിക്കുന്നവരോട് ആവശ്യപ്പെടും എഴുന്നേൽക്കുവാൻ. അപ്പോൾ എഴുന്നേൽക്കുക എന്നുള്ളതായ ആഹ്വാനം ലഭിക്കുന്നത് ആർക്കാകുന്നു എന്ന് ചോദിച്ചാൽ, ശക്തി ഇല്ലാത്തവരോടല്ല ആവശ്യപ്പെടുന്നത്, ശക്തി ഉള്ളവരോട് തന്നെയാണ് ദൈവം ആവശ്യപ്പെടുന്നത്. എന്നാൽ മനഃപൂർവമായി തങ്ങൾക്ക് ശക്തിയില്ല എന്നുള്ളതായ ചിന്തയോടെ മന്ദതയിൽ ആയിരിക്കുന്നതായിട്ടുള്ള അനുഭവം, എഴുന്നേൽക്കുവാൻ മെനക്കെടാതെ, ആഹ്വാനം കേട്ടിട്ടും എഴുന്നേൽക്കുവാൻ മെനക്കെടാതെ, അതിനു വേണ്ടിയിട്ട് മനഃപൂർവമായി ഒരുങ്ങുവാൻ കഴിയാതെ ആയിരിക്കുന്നതായിട്ടുള്ള അനുഭവം, അല്ലെങ്കിൽ ധാർമ്മികമായതായ മയക്കത്തിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നു. ശിംശോൻ നമുക്കറിയാം, ദലീലയുടെ മടിയിൽ ധാർമ്മികമായ ഒരു മയക്കത്തിലായിരിക്കുകയാണ്. ശിംശോന് കഴിവില്ലാത്തവനല്ല, ശക്തിയില്ലാത്തവനല്ല, ബലമില്ലാത്തവനല്ല. അവന് ബലമുണ്ട്, അവന് ശക്തിയുണ്ട്, അവന് കഴിവുമുണ്ട്. എന്നാൽ അവനായിരിക്കുന്ന അവസ്ഥ എന്താണ്? ദലീലയുടെ മടിയിൽ അവൻ ധാർമ്മികമായ മയക്കത്തിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് അവന്റെ കുഴപ്പം. അതുകൊണ്ട് ദൈവത്തിന്റെ ജനമേ, ദൈവം ആഹ്വാനം ചെയ്യുന്നു, എഴുന്നേൽക്കുക. ലോകമാകുന്ന ദലീലയുടെ മടിയിൽ, ലോകമാകുന്ന ദലീലയുടെ സുഖലോലുപതകളിൽ ആയിരിക്കുന്നതായ സകല ദൈവജനത്തോടും ദൈവം 2021 പ്രാരംഭ മാസത്തിന്റെ 2ാം ഞായറാഴ്ച ആഹ്വാനം ചെയ്യുകയാണ്. ഈ ലോകമാകുന്ന ദലീലയുടെ മടിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ധാർമ്മികമായിട്ടുള്ള മയക്കത്തിൽ കൂടെ കടന്നു പോവുകയാണോ? എഴുന്നേൽക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് ദൈവം നമുക്ക് തരുന്നതായിട്ടുള്ള ആ ദൂത് അതാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ശക്തിയുണ്ട്, ബലമുണ്ട്, എങ്കിലും ധാർമ്മികമായിട്ടുള്ളതായ മയക്കത്തിൻ്റെതായിട്ടുള്ള അനുഭവം. ദൈവത്തിന്റെ ജനമേ, ആരോടാണ് എഴുന്നേൽക്കുവാൻ? ചില കാര്യങ്ങളിലേക്ക് ഞാൻ വേഗത്തിൽ കടന്നു വരാം. ശിംശോൻ ദൗത്യം മറന്ന് ദലീലയുടെ മടിയിൽ ഉറങ്ങുകയാണ്. ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. 2021 ജനുവരി മാസം 10-ാം തീയതി ദൈവം ആഹ്വാനം ചെയ്യുന്നത് ആരോടാണെന്ന് അറിയാമോ? ദൗത്യം മറന്ന് ഉറങ്ങുന്ന ക്രൈസ്തവ സഭയോട്, ദൗത്യം മറന്ന് ഉറങ്ങുന്ന ആത്മീയരോട് ദൈവം ആഹ്വാനം ചെയ്യുകയാണ്, എഴുന്നേൽക്കുക. ധാർമ്മികമായ ഉറക്കത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എഴുന്നേറ്റ് ശോഭിക്കേണ്ടതായിട്ടുള്ള ക്രിസ്ത്യാനി,
എഴുന്നേറ്റ് പ്രകാശം പരത്തേണ്ടതായിട്ടുള്ള ക്രിസ്ത്യാനി ധാർമ്മികമായിട്ടുള്ളതായ മയക്കത്തിൽ ലോകത്തിന്റെ സുഖലോലുപതയിൽ വിശ്രമിക്കുന്നതായിട്ടുള്ള അനുഭവം, ലോകത്തിന്റെ സുഖലോലുപതയിൽ മടി പിടിച്ചിരിക്കുന്ന അനുഭവം, ലോകത്തിന്റെ സുഖലോലുപത എന്ന് പറയുന്ന മത്തു പിടിപ്പിക്കുന്ന അനുഭവം, ഒരു ഇൻടോക്സിക്കേഷൻ അതിന്റെ നടുവിൽ കൂടെ കടന്നു പോകുന്നതായിട്ടുള്ള അനുഭവം, ഇങ്ങനെയുള്ളവരോടാണ് കർത്താവ് പറയുന്നത് എഴുന്നേൽക്കുവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആത്മീയന്മാരായി ആത്മീയത ഉള്ളവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആത്മീയന്മാർ ജഡീകന്മാരുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവരോട് സ്വർഗമാഹ്വാനം ചെയ്യുന്നു, എഴുന്നേൽക്കുവാനായിട്ട്. ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്, ദൈവമക്കളുണ്ട്. പക്ഷേ പലരുടെയും പ്രശ്നം എന്താണ്? ആത്മീയരാണ് ഒരു സൈഡിൽ, അതേ വശത്ത് തന്നെ ജഡീകന്മാരായിട്ടും ജീവിക്കുന്നതായിട്ടുള്ള അനുഭവമാണ്. ദൈവത്തിന്റെ ആഹ്വാനം അങ്ങനെയുള്ളവരോട് എഴുന്നേൽക്കുക. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് എഴുന്നേൽക്കുവാനായിട്ട് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് താഴേക്ക് വരുന്ന സമയത്ത് ചിന്തിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇവിടെ ദൈവം ആഹ്വാനം ചെയ്യുന്നത് ആരോടാണ് എഴുന്നേൽക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർക്കു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ വിളി ദൈവം കൊടുക്കുന്നത്? ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇത് തന്റെ ജനത്തോടാണ്. ടു ഹിസ് ഓൺ പീപ്പിൾ, തന്റെ ജനത്തോടാണ് സർവശക്തനായിട്ട് ദൈവം ആഹ്വാനം ചെയ്യുന്നത്. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളോടെ എഴുന്നേൽക്കുവാൻ പറയത്തുള്ളൂ, എനിക്ക് എന്റെ ജനത്തോടെ എഴുന്നേൽക്കുവാൻ പറയുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ ദൈവം ആവശ്യപ്പെടുന്നത് എന്താണ്? തന്റെ ജനത്തോട്, തന്റെ പ്രിയപ്പെട്ടവരോട് ആവശ്യപ്പെടുകയാണ്. അവര് ഉറങ്ങുന്ന അനുഭവം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ മാതാപിതാക്കളാവുന്നതായിട്ടുള്ള നമ്മൾ അവരുടെ അരികിലേക്ക് ചെന്നിട്ട് പറയും, മക്കളെ എഴുന്നേൽക്ക്, സ്കൂളിൽ പോകുവാൻ സമയമായി, കോളേജിൽ പോകുവാൻ സമയമായി, ജോലിക്ക് പോകുവാൻ സമയമായി, ആരാധനയ്ക്ക് പോകുവാൻ സമയമായി. അത് അന്ന് ചിലപ്പോൾ പറയാറില്ലായിരിക്കും അല്ലേ? ബാക്കി മേളത്തൊക്കെ പറയും, ജോലിക്ക് പോകാൻ സമയമായി, സ്കൂളിൽ പോകാൻ, കോളേജിൽ പോകാനായിട്ട് സമയമായി, ആരാധനയ്ക്ക് പോകുവാൻ സമയമായെന്ന് യൂഷ്വലി പറയാറില്ല അല്ലേ? വളരെ റയർ കേസ് ആണെന്ന് തോന്നുന്നു. കാരണം ഞായറാഴ്ച നമുക്ക് ഉറങ്ങാനായിട്ടുള്ള ടൈം ആണല്ലോ എന്നുള്ള ചിന്ത. നമ്മുടെയൊക്കെ കൺസേൺ എന്താണോ? 6 ദിവസം കുഞ്ഞുങ്ങൾ പഠിക്കുകയായിരുന്നു, ജോലി ചെയ്യുമായിരുന്നു, അധ്വാനം ചെയ്യായിരുന്നു. 7-ാം ദിവസം രാവിലെ അല്പ സ്വസ്ഥത കിട്ടിയിട്ട് കിടന്നുറങ്ങിക്കോട്ടെ. കർത്താവ് പറയുകയാണ് എഴുന്നേൽക്കുക. ദൈവം തന്റെ ജനത്തോടാണ് എഴുന്നേൽക്കുവാനായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവ കൃപ പ്രാപിച്ചവരോട്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചവരോടാണ് കർത്താവ് പറയുന്നത് എഴുന്നേൽക്കുക. നിനക്ക് കിട്ടിയതായിട്ടുള്ള വെളിച്ചം, നിനക്ക് കിട്ടിയതായിട്ടുള്ള പ്രകാശം നീ പറയും കീഴിൽ വെച്ചിരിക്കുകയാണ്, കണ്ടും കീഴിൽ വെച്ചിരിക്കുകയാണ്. നിനക്ക് ലഭിച്ചിരിക്കുന്ന പ്രകാശത്തെ നീ തമസ്കരിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പറയുക, നിന്റെ പ്രകാശം വരണം, നീ എഴുന്നേൽക്കാൻ പറ്റൂ. നീ മന്ദതയിലായിരിക്കുകയാണ്, സുഖലോകതയിൽ കൂടെ കടന്നു പോവുകയാണ്, കംഫോർട്ട് സോണിൽ നമ്മൾ ആയിരിക്കുന്ന അനുഭവം. അതുകൊണ്ടല്ലേ ഓൺലൈൻ എന്ന് പറയുന്നതായിട്ടുള്ള കംഫോർട്ട് സോൺ ദൈവം നമുക്ക് തന്നു. ആ ഓൺലൈൻ കംഫോർട്ട് സോണിൽ ദൈവാലയത്തിലേക്ക് വരുവാനായിട്ട് സാഹചര്യവും കഴിവുമുണ്ടെങ്കിലും നാം കംഫോർട്ട് സോണിലായിരിക്കുന്നു. വരാൻ കഴിയാത്തവരെ കുറിച്ചല്ല പറയുന്നത്, വരുവാൻ കഴിവുള്ളവരുണ്ടായിട്ടും എഴുന്നേൽക്കുക. കൃത്യമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഞായറാഴ്ചകളിൽ പല പ്രാവശ്യം പറയുന്നതായിട്ടുള്ള കാര്യമാണ്. ഇനിയും എപ്പോഴും അത് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ. ശബത്തിനെ വിശദീകരിക്കാനായിട്ട് ഓർക്കുക. ഞായറാഴ്ചകളിൽ മറ്റൊരു പരിപാടിയുമായിട്ട് ഒരു കുഞ്ഞുങ്ങളും, ഈ ഇടവകയിലെ ഒരു കുഞ്ഞുങ്ങളും ഞായറാഴ്ചയിൽ മറ്റൊരു കാര്യവുമായിട്ട് പോകുവാനായിട്ട് പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനമായി ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമാണ്, ദൈവവചനമാണ്. ഇനി കടന്നു വരുവാൻ കഴിയാത്ത വിധത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അല്ലാത്തത്തോളം കാലം ദൈവത്തിന്റെ വിശുദ്ധ ദിവസത്തെ അശുദ്ധീകരിക്കുവാനായിട്ട് ഇടയാവുകയെ ഓർക്കുന്നു. അതുകൊണ്ട് തന്റെ ജനത്തോട്, ദൈവകൃപ പ്രാപിച്ചവരോട്, പ്രകാശനം ലഭിച്ചവരോട്, എന്നാൽ ആ കൃപ ഇന്ന് നഷ്ടപ്പെടുത്തി കളയുന്ന അനുഭവത്തിലായിരിക്കുകയാണ്. ലഭിച്ചതായിട്ടുള്ള പ്രകാശത്തെ തമസ്കരിച്ച് വെച്ചിരിക്കുന്നതായിട്ടുള്ള അനുഭവമാണ്. അങ്ങനെയുള്ളതായ ആളുകളോട് പറയുകയാണ് എഴുന്നേൽക്കുക ദൈവത്തിന്റെ സ്തോത്രം. 2, ആരോടാണ് എഴുന്നേൽക്കുവാനായിട്ട് പറയുന്നത്? ദൗത്യം മറന്നുപോയവരോട്, തങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ളതായ മിഷൻ മറന്നുപോയവരോട്. He who forget the mission or he who forget the responsibilities. ദൗത്യങ്ങൾ മറന്നുപോയതായിട്ടുള്ള ആളുകൾ. ദൈവജനത്തിന് ഒരു വലിയ ദൗത്യം തന്നാണ് കർത്താവ് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള പ്രകാശത്തെ, വെളിച്ചത്തെ മറ്റുള്ളവരോട് കാണിച്ചു കൊടുക്കുവാൻ. കാരണം താഴെ പറയുന്നുണ്ട്, ആരുടെ നടുവിലാണ്
പ്രകാശിക്കേണ്ടത് അന്ധകാരം ജാതികളെയും അന്ധകാരം ഭൂമിയെയും ഊരിയിട്ട് ജാതികളെയും മൂടുന്നു. ആ ഭാഗത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരുവാനായിട്ട് പോവുകയാണ്. നാം പ്രകാശിക്കേണ്ടത് എവിടെയാണ് എന്നുള്ളത് ഓർക്കണം. ദൈവത്തിന്റെ ജനമേ, ഇന്ന് അന്ധകാരം ഭൂമിയെയും ഊരിയിട്ട് ജാതികളെയും മൂടിയിരിക്കുന്നതായ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ യഹോവയുടെ തേജസ് വരുവാനായിട്ട് പോകുന്നു. രണ്ട് തരത്തിൽ ആത്മീയമായിട്ട് നമുക്കതിനെ കുറിച്ച് ചിന്തിക്കുവാൻ കഴിയും. ആ ഭാഗത്തേക്ക് ഞാൻ എത്തുകയാണ്. ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ, ദൗത്യം മറന്നവരോട് ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ ശോഭിക്കേണ്ടതായിട്ടുള്ള ക്രിസ്ത്യാനി ദൗത്യം മറന്ന് മയക്കത്തിന്റെ അനുഭവത്തിൽ, ഉറക്കത്തിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം തന്റെ ജനത്തോട് പറയുകയാണ്, നാം കണക്ക് ബോധിപ്പിക്കേണ്ടിവരാണ്, നാം കണക്ക് കൊടുക്കേണ്ടിവരാണെന്നുള്ളത് ഓർത്തുകൊള്ളും. ദൗത്യം മറന്ന്, മിഷൻ മറന്ന് വിശ്രമിക്കുന്നതായ സുഖലോലുപതയിൽ, ലോകത്തിന്റെ സുഖലോലുപതയിൽ കൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ക്രിസ്ത്യാനിയെ എഴുന്നേൽക്കുക. 3 ആരോടാ പറയുന്നത് അറിയാമോ? കുടുംബകാര്യങ്ങൾ ഓർമ്മിക്കുക. ദൗത്യം മറന്നുപോയ വ്യക്തിയെ കുറിച്ച് ഓർമ്മിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ഏലിയാവിന് എന്താ പറ്റിയത് നമുക്കറിയാം. ചൂരച്ചെടിയുടെ തണലിൽ ദൗത്യം മറന്നു കിടക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്നവനെ തട്ടി എഴുന്നേൽപ്പിച്ച് അവൻ ആവശ്യമുള്ളത് കൊടുത്തതിന് ശേഷം പറയുന്നത്, നിനക്കിനിയും വളരെ ദൂരം യാത്ര ചെയ്യുവാനായിട്ടുണ്ട്. വളരെ ദൂരം യാത്ര ചെയ്യുവാനായിട്ടുള്ളതായ ക്രിസ്ത്യാനി ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുന്ന അനുഭവമാണെങ്കിൽ ദൂതൻ നിന്നോട് ആവശ്യപ്പെടുന്നു, സ്വർഗം നിന്നോട് ആവശ്യപ്പെടുന്നു, എഴുന്നേൽക്കുക, നിനക്ക് ദൂരം യാത്ര ചെയ്യുവാനായിട്ടുണ്ട്. ദൗത്യങ്ങൾ മറന്നു പോകരുത്. എഴുന്നേൽക്കുക എന്നുള്ളത് സ്വർഗത്തിന്റെ ആഹ്വാനമാണ്. 3 ഓർമ്മിപ്പിക്കട്ടെ, ആരോടാണ് എഴുന്നേൽക്കുവാൻ പറയുന്നത്? ക്രൈസ്തവ സഭയോട്, ക്രിസ്തു വിശ്വാസികളോട്, ക്രൈസ്തവ സഭയോട് പറയുക, എഴുന്നേൽക്കുക. സഭയിൽ എവിടെയാണ് കിടക്കുന്നത്? ദൗത്യങ്ങൾ മറന്നുപോയ സഭ, സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയതായ സഭ, ലോകത്തിന്റെ പുറകാലെ ഓടുന്ന സഭ, ലോകത്തിലുള്ളതിനെ വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി ഓടുന്നതായിട്ടുള്ള സഭ, ലോകത്തിലുള്ളതൊന്നും നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന സഭ, ലോകത്തിന്റെ പുറകാലെ മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സഭയോട് പറയുകയാണ്, നീ ധാർമ്മിക മയക്കത്തിലാണ്, നീ നിന്റെ ദൗത്യം മറന്നിരിക്കുകയാണ്. പ്രകാശിക്കേണ്ട സഭയെ, വെളിച്ചം ലോകത്തിന് കൊടുക്കേണ്ട സഭയെ നീ എവിടെയാണ് ആയിരിക്കുന്നതെന്ന് അറിയാമോ? നീ ലോകത്തിന്റെ പുറകാലെയാണ്. അങ്ങനെയുള്ള സമൂഹത്തോടെ കർത്താവ് ആവശ്യപ്പെടുകയാണ്, എഴുന്നേൽക്കുക, ദൈവത്തിന്റെ സ്തോത്രം. കാരണം എന്നാന്നറിയാമോ? സഭയ്ക്ക് കൊടുക്കുന്ന ദൂത് കൊടുക്കുമ്പോൾ സഭയോട് പറഞ്ഞതിന്റെ കാരണം എന്നാന്നറിയാമോ? ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, യഹോവയുടെ തേജസ്, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഞാൻ ഓർമ്മിപ്പിക്കുന്നത് 2 തരത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഒന്ന്, അന്ധകാരാവൃതമായിരിക്കുന്നതായിട്ടുള്ള ലോകത്തിന്റെ നടുവിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കേണ്ടതായിട്ടുള്ള ദൗത്യം സഭയ്ക്കാണ്, സഭാ മക്കൾക്കാണ്, ദൈവത്തിന്റെ സ്തോത്രം. അതേ സമയത്ത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ആ ഒരു കാര്യത്തിന് മാത്രമാണ്. കാരണം ഇന്ന് ഈ വർഷം നമുക്ക് ഈ ദൂത് വരുമ്പോൾ ദൈവത്തിന് അതിൽ കൂടെ, പരിശുദ്ധാത്മാവിന് അതിൽ കൂടെ ചിലത് സംസാരിക്കുവാനായിട്ടുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട ജാതികളെയും മൂടിയിരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മളൊന്ന് നോക്കിക്കാട്ടെ. അന്ധകാരം ഭൂമിയെ മൂടിയിരിക്കുകയല്ലേ? കൂരിരുട്ട ജാതികളെ മൂടിയിരിക്കുകയല്ലേ? ലോകം മുഴുവനും അന്ധകാരാവൃതമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. എവിടെ നോക്കിയാലും അക്രമങ്ങളും അനീതികളും അധാർമികതയും പെരുകി കൊണ്ടുവന്നിരിക്കുന്നതായിട്ടുള്ള അനുഭവം, ലോകം മുഴുവനും അർദ്ധരാത്രിയുടേതായിട്ടുള്ള അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം തന്റെ ജനത്തോട് പറയുകയാണ്, ദൈവം തന്റെ ജനത്തോട്, തന്റെ സഭയോട് പറയുകയാണ്, എഴുന്നേൽക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇതാ കർത്താവ് തമ്പുരാൻ ഉദയനക്ഷത്രമായിട്ട് അർദ്ധരാത്രിയിൽ അവൻ ഉദിക്കുവാനായിട്ട് പോകുന്നു. ഉദയനക്ഷത്രമായിട്ട് ഉദിക്കുവാൻ പോകുന്നു. കാരണം യേശു കർത്താവ് വരുവാനായിട്ട് പോകുന്നു. അതുകൊണ്ട് മന്ദതയിലായിരിക്കുന്ന സമൂഹമേ, കൈവിടപ്പെട്ടു പോകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എഴുന്നേൽക്കണം, ദൈവത്തിന്റെ സ്തോത്രം. ഇതാണ് പ്രധാനമായിട്ടുള്ളതായിരുന്നത്. യഹോവയുടെ തേജസ് വരുന്നു, യഹോവയുടെ തേജസ് വരുന്നു. രാത്രിയിൽ വെളുക്കാറാകുമ്പോൾ ഉദയനക്ഷത്രമായിട്ട്, സഭയ്ക്ക് ഉദയനക്ഷത്രമായിട്ടാണ് കർത്താവ് തമ്പുരാൻ വരുവാനായിട്ട് പോകുന്നത്. ഇസ്രായേൽ ജനത്തിന് അവൻ നീതി സൂര്യനായിട്ടാണ് വിളങ്ങുവാൻ പോകുന്നത്. എന്നാൽ ക്രിസ്തു സഭയ്ക്ക് അവൻ കടന്നു വരുന്നത് ഉദയനക്ഷത്രമായിട്ട്, മോർണിംഗ് സ്റ്റാർ ആയിട്ടാണ് അവൻ കടന്നു വരുവാനായിട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഒളിഞ്ഞിരിക്കുന്ന ദൂത് എന്താണെന്ന് അറിയാമോ? സഭയ്ക്ക് കൃത്യമായിട്ട് അവൻ കൊടുക്കുന്ന ഒരാഹ്വാനമാണ്, യേശു തമ്പുരാൻ വരുവാൻ പോകുന്നു.
നീ നിന്റെ മന്ദതയിൽ വിട്ട് എഴുന്നേൽക്കുക. ദൈവത്തിന് സ്തോത്രം. യേശു തമ്പുരാൻ മധ്യാകാശത്തിൽ ഉദയനക്ഷത്രമായി വെളിപ്പെടുവാൻ പോകുന്നു. പറഞ്ഞിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചാൽ അന്ധകാര ഭൂമിയെ കൂരിരുട്ട ജാതികളെ മൂടിയിരിക്കുന്ന വേളയാണ്. രാത്രിയുടെ അനുഭവത്തിൽ കൂടെ ലോകം കടന്നു പോകുമ്പോൾ ഈ രാത്രി തീരാറാവുകയാണ്, വെളുക്കാറാവുകയാണ്. മോർണിംഗ് സ്റ്റാർ ആയിട്ട് അവൻ വരുവാനായിട്ട് പോവുകയാണ്. നമുക്കറിയില്ല കർത്താവ് ഏത് സമയം വരുമെന്നോ ഈ വർഷം വരുമോ നമുക്കറിയില്ല. പക്ഷെങ്കിൽ ഈ താഴേക്ക് ചില കാര്യങ്ങൾ കൂടെ പറയുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആർക്കാണ് ഈ ആഹ്വാനം? തന്റെ ജനത്തോട്, ദൗത്യം മറന്നവരോട്, ക്രിസ്തു സഭയോടാണ് ഈ ആഹ്വാനം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് എഴുന്നേൽക്കേണ്ടി? എഴുന്നേൽക്കാൻ പറയുന്നു അല്ലെ? എഴുന്നേൽക്കാൻ പറയുമ്പോൾ നമുക്കറിയാം എന്തോ ചില കാര്യങ്ങൾ നമ്മളോട് പറയുവാനായിട്ടുണ്ട്, ചിലത് നമ്മളെ പരിമേൽപ്പിക്കുവാനായിട്ടുണ്ട്, എന്തോ ഒരു കമാൻഡ് വരുവാനായിട്ട് പോവുകയാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ നമ്മെ എഴുന്നേൽപ്പിക്കുന്നത്, നമ്മളെ ഉത്തേജിപ്പിക്കുന്നത്, മന്ദതയിൽ നിന്ന് നമ്മളെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? To receive the light, the glory of God. അതാണ് നമ്മൾ വായിക്കുന്ന സമയത്ത് for your light has come and the glory of the Lord has risen upon you. ഇതാണ് നമ്മളോട് വായിക്കുന്നത് ഓർത്തോളം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് എഴുന്നേൽക്കുവാൻ പറയുന്നത്? ഉറങ്ങിപ്പോയിരിക്കുന്നതായിട്ടുള്ള അനുഭവത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ, ആത്മീയ മന്ദതയിൽ ആയിരിക്കുന്നുവെങ്കിൽ, to receive your light, the glory of God. കർത്താവ് വരുന്നു, അവനെ സ്വീകരിപ്പാനായിട്ട്. ഇന്നലെ ഞാൻ ഓർമ്മിപ്പിച്ച കാര്യമാണല്ലോ 10 കന്യകമാരുടെ കഥ ഞാൻ ഓർമ്മിപ്പിച്ചത്. അതായത് സുവിശേഷം 25-ാമത്തെ അധ്യായം. മണവാളൻ വരുന്നു, ദൈവത്തിന് സ്തോത്രം. 10 കന്യകമാരും മയങ്ങിപ്പോയവൻ, ഉറങ്ങിപ്പോയവൻ. ഇതാ മണവാളൻ വരുന്നു, എഴുന്നേൽക്കുക, ഉണരുക. എന്തിനു വേണ്ടിയിട്ടാണ് മണവാളൻ വരുന്നു? അവനെ സ്വീകരിപ്പാനായിട്ട് എഴുന്നേൽക്കുക. To receive the light, to receive the glory of God. എഴുന്നേൽക്കുക. നിർമ്മല കന്യകയായിരിക്കുന്നതായ സഭയോട് ദൈവത്തിന്റെ ആഹ്വാനം എഴുന്നേൽക്കുവാനായിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മമണവാളനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട്, ആത്മമണവാളനെ റിസീവ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ളതായ ഒരു വലിയ ആഹ്വാനം കർത്താവ് നമുക്ക് തരുന്നു. 2, ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ അന്ധകാരാവൃതമായിരിക്കുന്നതായ ലോകത്ത് ഒരു ലൈറ്റായി മാറുവാൻ, ബി റേഡിയന്റ് ഇൻ ദ ഡാർക്ക്നെസ്. ഇരുട്ടിൽ പ്രകാശമായിട്ട് ശോഭിക്കുവാൻ, പ്രശോഭിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന്റെ ജനം ഇന്ന് ലോകം ഇരുട്ടിന് നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ ഇരുട്ടിൽ എങ്ങനെ പ്രകാശം കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയും? ലോകത്തിന്റെ പ്രകാശം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. യേശുവിന്റെ വചനം മാത്രമാണ്. നിന്റെ വചനം എന്റെ കാലിന്റെ ദൈവവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഓർമ്മിപ്പിക്കട്ടെ, ഇന്ന് ലോകത്തിന് ഇരുളിൽ കൂടെ കടന്നു പോകുന്നവർക്ക്, അന്ധകാരാവൃതമായിരിക്കുന്നവർക്ക് ലോകത്തിന് പ്രകാശം ആവശ്യമാണ്. ആ പ്രകാശം എങ്ങനെ കൊടുക്കുവാൻ കഴിയും? ദൈവ വചനത്തിൽ കൂടെ കൊടുക്കുവാൻ കഴിയും. എന്റെയും നിങ്ങളുടെയും നാവിൽ ആ തിരുവചനം തന്നിരിക്കുമ്പോൾ ആ വചനം ഇരുട്ടിൽ കൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾക്ക് പ്രകാശപൂർണമായി മാറുമാറ്റത്തോടെ ഇടയായിത്തീരണം. ഞാൻ നിങ്ങളും മിണ്ടാതെ ഇരിക്കുന്നുവെങ്കിൽ, നാം നമ്മുടെ വായ തുറക്കാതെ ഊമന്മാരായിട്ടും ഊമകളായിട്ടും ഇരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവത്തിന്റെ ആഹ്വാനമാണ്, ദൈവം നമുക്ക് തരുന്ന കൽപ്പനയാണ്. നീ എഴുന്നേൽക്കണം, നീ പ്രകാശിക്കണം, ഇരുട്ടിൽ പ്രകാശിക്കണം. ഈ ലോകം ഇരുട്ടിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അനേകർക്ക് നമ്മൾ പ്രകാശമായി തീരുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ഇനി വേഗം ഞാനത് പറഞ്ഞു പോവുകയാണ്. ഇനി എവിടെ നിന്നുമാണ് എഴുന്നേൽക്കേണ്ടത്? അതൊരു പ്രധാനപ്പെട്ട വിഷയം. എവിടെ നിന്നും വേണം നമ്മൾ എഴുന്നേൽക്കേണ്ടത്? എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അതിന്റെ ആൻസർ നമുക്ക് കാണാനായിട്ട് കഴിയും. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്: അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. യെശയ്യാ പ്രവാചകത്തിലെ ഒരു വാക്കിനോട് കോട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആരോട്? എവിടെ കിടക്കുന്നവർക്ക്, അല്ലെങ്കിൽ എവിടെ നിന്ന് എഴുന്നേൽക്കണമെന്നുള്ള ആഹ്വാനം ലഭിക്കുന്നത്? ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. അപ്പൊ എവിടെ കിടന്നാ ഉറങ്ങുന്നത്? എവിടെ കിടന്നാ ഉറങ്ങുന്നത്? കല്ലറയിൽ കിടന്ന് ഉറങ്ങുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ മരിച്ചവർ ഉറങ്ങുന്നത് കല്ലറയിലാണ്.
അപ്പൊ മരിച്ചവൻ ഉറങ്ങുന്നതായിട്ടുള്ള സ്ഥലത്തെ കല്ലറയിൽ കിടന്നുറങ്ങുകയാണ്. ഇവൻ ആക്ച്വലി മരിച്ചിട്ടില്ലെന്ന് ഓർക്കണം. ഇവൻ ജീവനുണ്ട്. പക്ഷെ ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവൻ എവിടെ പോയി കിടന്നാണ് ഉറങ്ങുന്നത്? കല്ലറയിൽ കിടന്നാണ് ഉറങ്ങുന്നത്. മരിച്ചവരുടെ കൂട്ടത്തിൽ കല്ലറയിൽ എന്താണ് പ്രത്യേകത? നാറ്റം വമിക്കുന്ന സ്ഥലമാണെന്നുള്ളത് പ്രത്യേകമായിട്ട് പറയണ്ട. പുഴുക്കൾ അരിക്കുന്നതായിട്ടുള്ള സ്ഥലമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ആരും അങ്ങോട്ട് അടുത്ത് ചെല്ലുവാൻ കഴിയാത്ത രീതിയിലുള്ളതായ അനുഭവമാണ്. നാം ഉറങ്ങുന്നത് എവിടെയാണെന്ന് അറിയാമോ ദൈവത്തിന്റെ ജനമേ? ഇവിടെയാണ് നാം ഓരോരുത്തരും കിടന്ന് ഉറങ്ങുന്നത് എന്ന് ഓർത്തുകൊള്ളണം. അതായത് 5-ാമത്തെ അധ്യായത്തിൽ തന്നെ 3 മുതലുള്ള വാക്യങ്ങളാണ് നാം ഉറങ്ങുന്ന സ്ഥലത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നാം എവിടെ നിന്നാണ് എഴുന്നേൽക്കേണ്ടത്? ഉറങ്ങുന്നവനെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ എഴുന്നേറ്റേ പറ്റൂ. നീ എന്തിനാ മരിച്ചവരുടെ ഇടയിൽ പോയി കിടക്കുന്നത്? നിനക്ക് ജീവനുണ്ടല്ലോ, നിനക്ക് ജീവനുണ്ട്, നിനക്ക് മറ്റ് യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ നിന്റെ കിടപ്പ് എവിടാന്നറിയാമോ? മരിച്ച ആളുകളുടെ കൂടെ കിടക്കുന്നത്. അതാണ് 5-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ പേർ പറയരുത്. അങ്ങനെയാണെന്ന് വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നുമരുത്. സ്തോത്രമത്ര വേണ്ടുന്നത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം മനസ്സെന്നും കെട്ടവരുടെ മേൽ വരുന്നു. ആ ഭാഗമൊക്കെ നിങ്ങൾ വായിച്ചു കൊള്ളണം. എവിടെയാ കിടക്കുന്നത്? ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇല്ലേ? ക്രിസ്ത്യാനി എവിടെയാ കിടക്കുന്നത്? ദൈവമൈതൽ എവിടെയാ കിടക്കുന്നത്? ഇത്യാദി കാര്യങ്ങൾ ഉപയോഗിക്കുന്നതായ ലൗകിക മനുഷ്യന്റെ കൂടെ കിടക്കുകയാണ്. ലൗകിക മനുഷ്യൻ ഇത്യാദി കാര്യങ്ങൾ അടങ്ങിയ കല്ലറയിലാണ് അവൻ കിടക്കുന്നത് ഓർത്തുകൊള്ളം. എന്നാൽ ദൈവമൈതലെ, നീ എന്തിനാണ് അവിടെ പോയി കിടക്കുന്നത്? ഇവിടെ നിന്ന് നീ എഴുന്നേറ്റേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഉറങ്ങുന്നവരെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കണം. നീ ജഡത്തിന്റെ പ്രവൃത്തികൾ വെച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ജഡീക പ്രവൃത്തികളെ വെടിഞ്ഞ് ആത്മീയ പ്രവൃത്തികളിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയണം. അതുകൊണ്ട് എവിടെ നിന്ന് എഴുന്നേൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നിർജീവ പ്രവൃത്തികളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന അനുഭവമാണെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യാദികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവ് പറയുക, വിട്ട് ഓടിക്കൊള്ളണം, വിട്ടോടിക്കൊള്ളണം. മരിച്ച അനുഭവത്തിൽ നിന്ന് എഴുന്നേൽക്കുവാനായിട്ട് കഴിയണം. ദൈവത്തിന് സ്തോത്രം. ഇനി എന്തുകൊണ്ട് എഴുന്നേൽക്കണം? എഴുന്നേൽപ്പിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി എന്തുകൊണ്ട് എഴുന്നേൽക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മളോട് അടുത്തതായിട്ട് കാണുവാനായിട്ട് കഴിയും. റോമാലേഖനം 13-ാമത്തെ അധ്യായം 11 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കും. റോമാലേഖനം 13-ാമത്തെ അധ്യായം 11 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയിക്കാൻ തന്നെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളി. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. എന്തുകൊണ്ട് എഴുന്നേൽക്കണം? There's a purpose. അവിടെ ഒരു പ്രധാനമായിട്ടൊരു ഒരു പർപ്പസ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് യേശു കർത്താവ്, യഹോവയായ ദൈവം, യേശു കർത്താവ് നമ്മളോട് പറയുന്നത് നീ എഴുന്നേൽക്കണം എന്നുള്ളത്? അതിന് ചില റീസൺസ് ഉണ്ട്, ചില കാരണങ്ങൾ നമ്മളവിടെ കാണിക്കാം. ഒന്നാമതായിട്ട് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് എന്താണ്? ഉറക്കത്തിൽ നിന്ന് ഉണരുവാനായിട്ടുള്ളതായ നാഴിക വന്നിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നതായിട്ട് കാണുകയാണ്. ഉണരുവാനായിട്ടുള്ളതായ നാഴിക വന്നിരിക്കുകയാണ്. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വീണ്ടും മടങ്ങി പോകുമ്പോൾ നമുക്ക് അവിടെ കാണാം. എന്താ സംഗതി? നിന്നോട് എന്തിനാ എഴുന്നേൽക്കാൻ പറയുന്നത്? അന്ധകാരം ഭൂമിയെ മൂടുകയാണ്, കൂരിട്ട് ജാതിയെ മൂടുകയാണ്. എന്നാൽ നിന്റെ മേലോ യഹോവ ഉദിക്കും. ദൈവത്തിന് അതുകൊണ്ട് പറയുകയാണ്, എന്താണ്? ഉണരുവാനായിട്ടുള്ളതായ നാഴിക വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് എന്തുകൊണ്ട് നാം എഴുന്നേൽക്കണം, ഇതിന്റെ റീസൺ എന്തുകൊണ്ടാണ് കർത്താവ് ഇപ്രകാരം ഒരു ആഹ്വാനം ചെയ്യുന്നത്? നമ്മുടെ ആത്മീയ മന്ദത വിട്ട് ഉണരുവാനായിട്ട് കർത്താവ് ആഹ്വാനം ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ കാര്യം, ഉണരുവാനായിട്ടുള്ളതായ നാഴിക.
നാഴിക വന്നിരിക്കുന്നു, മണിക്കൂർ എത്തിയിരിക്കുകയാണ്. താഴേക്ക് പോകാം വേഗം. അവിടെ പറയുന്നത് എന്താണ്? രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ, സമയത്തെ അറിയുന്നത് കൊണ്ട്. ഇന്ന് സകല ക്രൈസ്തവ സമൂഹങ്ങളും അല്ലെങ്കിൽ ദൈവവചനം പരിശോധിക്കുകയും പഠിക്കുകയും ലോക സംഭവങ്ങളെ അതുമായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സകല ആളുകളും പറയുന്നതായ ഒരു കാര്യം, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നാഴിക വന്നിരിക്കുന്നു. ഉണരുക, നാഴിക വന്നിരിക്കുന്നതായിട്ടുള്ള അനുഭവമാണ്. കാരണം നമ്മൾക്ക് പറയുന്ന, നിങ്ങൾ എന്തുകൊണ്ട് ഉണരുവാനായിട്ട്? സമയത്തെ അറിയുന്നത് കൊണ്ട്. ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കർത്താവ് യേശു തമ്പുരാൻ തന്റെ ശിഷ്യഗണങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിലും ഒക്കെ കടന്നു വരുമ്പോൾ അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നതായിട്ടുള്ള കാര്യാദികളെ കുറിച്ച് എണ്ണി കർത്താവ് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. യുദ്ധങ്ങൾ ഉണ്ടാകും, ശാപങ്ങൾ ഉണ്ടാകും, അധർമ്മങ്ങൾ ഭൂമിയിലേക്ക് കടന്നു വരും, ഭൂകമ്പങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ വലിയ ഒരു ലിസ്റ്റ് തന്നെ സുവിശേഷങ്ങളിൽ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലായിരിക്കണം? അവൻ വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുക, എന്തുകൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത്? ഇതിന്റെ റീസൺ, ഒന്ന്, നാഴിക വന്നിരിക്കുന്നു. രണ്ട്, സമയത്തെ കുറിച്ച് നിങ്ങൾ അജ്ഞാനികളായിട്ടുള്ള ആളുകൾ അല്ല, സമയത്തെ കുറിച്ച് നിങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്ന അടയാളങ്ങളും കർത്താവ് പറഞ്ഞിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഇന്ന് ഭൂമിയിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് പറയുകയാണ്, വചനം പഠിക്കുന്നവർക്കും ദൈവമക്കൾക്കും അറിയാം, ഇത് സംഭവപരമായിട്ടുള്ള കാലമാണ്. ഏത് സമയത്തും പ്രതികൂലങ്ങൾ സംഭവിക്കാം. ഇരുട്ട ഭൂമിയെ മൂടിക്കൊണ്ടിരിക്കുന്ന കാലയളവായതുകൊണ്ട് നാം ഉണർന്നിരിക്കേണ്ടതായിട്ടുള്ള അനുഭവം ആണ് ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ദൈവത്തിന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, കർത്താവ് യേശു തമ്പുരാൻ പറഞ്ഞ ഒരുപാട് കൂട്ടം കാര്യങ്ങൾ, ആകാശത്തിന്റെ അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കേരളത്തിൽ കിടക്കുന്നുണ്ട്, കേരളത്തിൽ ഒരു മൂലയിൽ കിടക്കുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല. എന്നാൽ വാർത്താമാധ്യമങ്ങൾ എടുത്തു നോക്കുന്നതായിട്ടുള്ള സമയത്ത് ആകാശ ലക്ഷണങ്ങൾ പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ പല വിധത്തിലുള്ളതായ ആകാശ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പകർച്ചവ്യാധികൾ, മാരകമായ പകർച്ചവ്യാധികൾ ഭൂമിയെ മൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാലഘട്ടത്തിലാണ്. ഒരു വലിയ ക്ഷാമം ഇനി വരുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിന്റെ ജനമേ, വലിയ ഭൂകമ്പങ്ങൾ ഭൂമിയിൽ നിറവേറപ്പെടുവാൻ പോകുന്ന ഒരു വർഷമാണ് സംജാതമായിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഭൂകമ്പങ്ങൾ എന്ന് പറയുമ്പോൾ ലിറ്ററലി ഉള്ള ഭൂകമ്പം മാത്രമല്ല, പിന്നെ എന്താണ്? വ്യക്തി ജീവിതങ്ങളിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകും, കുടുംബ ജീവിതങ്ങളിൽ ഭൂകമ്പം ഉണ്ടാകും, ഇടവകകളിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകും, സമൂഹത്തിൽ ഭൂകമ്പം ഉണ്ടാകും, സഭയിൽ ഭൂകമ്പം ഉണ്ടാകും. വലിയ വലിയ ഭൂകമ്പങ്ങളുടെ നാളുകൾ ഇതാ സമാഗതമായിരിക്കുകയാണ്. മാത്രമല്ല, ഇനി സംഭവിക്കാൻ പോകുന്ന ലിറ്ററലി ഉള്ളതായ ഭൂകമ്പങ്ങളും ഈ ഭൂമിയിൽ നിറവേറപ്പെടുവാനായിട്ട് പോവുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തതായ ഭൂകമ്പങ്ങളുടെ ഒരു നീണ്ട പരമ്പര തന്നെയായിരിക്കും ഇനി വരുവാനായിട്ട് പോകുന്നത് നോക്കണം. അതുകൊണ്ട് സമയത്തെ കുറിച്ച് നാം വളരെ ബോധ്യമുള്ളവരായിരിക്കണം. അതുകൊണ്ട് നാം എഴുന്നേൽക്കണം. ദൈവത്തിന്റെ സ്തോത്രം. വേഗം മുൻപോട്ട് ഓർമ്മിപ്പിക്കട്ടെ. അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഇപ്പോൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. എന്തോ ഷാർപ്പായിട്ടുള്ള വാക്കുകളാണ് പറഞ്ഞു പിടിപ്പിച്ചേക്കുന്നത് അറിയാമോ? ഇത് നാം ഈ സാഹചര്യത്തോടും സമയത്തോടും ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഇതിന്റെ ആ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്താ പറയുക? നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഇപ്പോൾ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന സമയമാണ്. അതായത് കർത്താവിന്റെ ഏറ്റവും അടുത്ത് വാതിൽക്കൽ എത്തി നിൽക്കുന്നതായിട്ടുള്ള സമയമാണ്. നമ്മൾ വിചാരിക്കുന്നത് 3000 ആണ്ടിലെ സംഭവിക്കത്തുള്ളായിരിക്കാം. ചിലർ പറയുന്നത് ചുമ്മാ ഇത് നടക്കാൻ പോകുന്ന കാര്യമേ അല്ല, കർത്താവിന്റെ രണ്ടാം വരവ് ഒന്നും പറഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന പല ആൾക്കാരുണ്ട്. പൗലോസിനെ തെറ്റിയിട്ടില്ല, പരിശുദ്ധാത്മാവിനും തെറ്റിയിട്ടില്ല, കർത്താവിനും തെറ്റിയിട്ടില്ല, ദൈവത്തിന്റെ ദൂതന്മാർക്കും തെറ്റിയിട്ടില്ല. ഞാൻ പോയതുപോലെ തന്നെ തിരിച്ചു വരും. അത് കർത്താവിന്റെ വാക്കാണ്. അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ, ഇവരെല്ലാം ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അവരാവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് നിശ്ചയമായിട്ടും നിറവേറേണ്ടതായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഇന്ന് ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവിന്റെ വരവ്
ഏറ്റവും നിയന്ത്രണയായിരിക്കുന്ന സമയമായതുകൊണ്ട് നാം ജാഗ്രതയോടുകൂടെ എഴുന്നേൽക്കേണ്ടവരാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് പറയുന്നത് 12ാമത്തെ വാക്യം പറഞ്ഞിരിക്കുകയാണ്, രാത്രി കഴിയുവാനായി പകൽ അടുത്തിരിക്കുന്നു. ഇതെന്തിനുള്ള ബന്ധത്തിലാണ്? കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സഭയോടുള്ളതായ ബന്ധത്തിൽ തന്നെ, സഭയോടുള്ള ബന്ധത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സഭ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രാത്രിയുടെ കാലഘട്ടത്തിൽ കൂടെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ രാത്രിയുടെ കാലഘട്ടത്തിൽ കൂടെ സഭ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും രോഗവും ദുഃഖവും ദാരിദ്ര്യവും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന രാത്രിയുടെ അനുഭവങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദുഃഖങ്ങൾ തീരാനായിട്ട് കാലമായി, ഇരുട്ട് മാറിപ്പോകുവാൻ കാലമായി. ഇതാ ഇരുട്ട് മാറി, അന്ധകാരം മാറുവാൻ പോകുന്നു, യഹോവയുടെ തേജസ് അതിന്റെ മേൽ ഉദിക്കുവാനായിട്ട് പോകുന്നു. അതുകൊണ്ട് എഴുന്നേൽക്കുക ദൈവത്തിന്റെ ജനമേ, രാത്രി കഴിവാറായി, പകൽ ഏറ്റവും അടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഉദയനക്ഷത്രമായിട്ട് അവൻ വാനിൽ ഉദിക്കുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു, എഴുന്നേൽക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണേണ്ടത് എന്താണ്? അതിന്റെ അനിവാര്യത. എഴുന്നേൽക്കേണ്ടതിന്റെ അനിവാര്യതയെ കുറിച്ച് അവിടെ നമ്മൾ കാണുകയാണ്. എന്താ പറയുന്നത്? അതുകൊണ്ട് ഏതുകൊണ്ട് രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു, സമയം കൃത്യമായിട്ട് അടുത്തിരിക്കുന്നു, സമയത്തെ കുറിച്ച് നിങ്ങൾ നല്ല ബോധ്യമുള്ളവരായിരിക്കുന്നു, അതുകൊണ്ട് ഉണരുവാനായിട്ടുള്ള നാഴിക വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഴുന്നേൽക്കേണ്ടതിന്റെ അനിവാര്യത എന്താ പറയുന്നത്? കിടക്കുമ്പോൾ മന്നതയിലായിരിക്കുമ്പോൾ നാം എവിടെയാണ് ആയിരിക്കുന്നത്? എന്താ പറഞ്ഞത്? കല്ലറയിലായിരിക്കുന്നു. ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ കൂടെ ജീവിക്കുകയാണ്. ആ ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചൊഴിയണം. ഇരുട്ടിന്റെ പ്രവൃത്തികളോട് ഗുഡ് ബൈ പറയുവാനായിട്ടുള്ള സമയം അടുത്തിരിക്കുകയാണ്. ഇനിയും ഇതെല്ലാം കേട്ടിട്ടും കണ്ടിട്ടും വായിച്ചിട്ടും പഠിച്ചിട്ടും അനുഭവിച്ചിട്ടും നാം വീണ്ടും ഇരുട്ടിന്റെ പ്രവൃത്തികളുടെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ, ദൈവമക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്ന പോലെ ഞാനല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. 3 മാസക്കാലം കൃത്യമായിട്ട് എഫെസോസിൽ പൗലോസ് അപ്പോസ്തലൻ വചനം പഠിപ്പിച്ചിട്ടും ഹൃദയത്തെ കഠിനമാക്കി അതിനെ അംഗീകരിക്കാതെ ചോദ്യം ചെയ്യപ്പെട്ടവരായിട്ട് യഹൂദന്മാർ കൈവിടപ്പെട്ടു. സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? വീണ്ടും വചനം കേട്ടിട്ടും ജഡീക പ്രവൃത്തികളുടെ പുറകാലെ നാം കടന്നു പോകുന്നുവെങ്കിൽ, ഉരിഞ്ഞു കളയേണ്ടതിനെ വിട്ടുകളയാതെ ഇന്ന് നാം നമ്മുടെ ജീവിതത്തോടെ പറ്റിപ്പിടിപ്പിച്ചുകൊണ്ട് പോകുന്നുവെങ്കിൽ ഒരു സംശയം വേണ്ട. എത്ര വലിയ ക്രിസ്ത്യാനിയായാലും, എത്ര വലിയ കുടുംബത്തിൽ പിറന്ന വ്യക്തിയായിരുന്നാലും, എത്ര ഉന്നത മാനപദവികൾ ഉണ്ടായെന്ന് പറഞ്ഞാലും വിട്ടുപോകും, കൈവിടപ്പെടും, തള്ളപ്പെടും. സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് വളരെ ഓർമ്മിപ്പിക്കട്ടെ, കൃത്യമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്ന കാര്യമാണ്, ഇരുട്ടിന്റെ പ്രവൃത്തികളെ നീ ഉരിഞ്ഞു കളയണം. അതിനുശേഷം എന്ത് ചെയ്യണം? വെളിച്ചത്തിന്റെ ആയുധവർഗങ്ങളെ നീ ധരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ലേഖനത്തിന്റെ 5-ാം അധ്യായം 3 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിച്ചാലുള്ള സമയത്ത് അവിടെ 1-2 കൂട്ടം കാര്യങ്ങൾ കൂടെ വേഗം ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ താഴേക്ക് വരുന്ന സമയത്ത് നാം ഉരിഞ്ഞു കളയേണ്ടതായിട്ടുള്ള വിട്ടുകളയേണ്ട പ്രവൃത്തികളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, പല ലേഖനങ്ങളിലും ഇപ്രകാരമുള്ളതായ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് 9-ാമത്തെ വാക്യം പറയും, 8-ാമത്തെ വാക്യം മുതൽ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൻ വെളിച്ചമാകുന്നു. കർത്താവിനെ പ്രസാദമായി എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുകയും സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ ദുഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കാത്തവരെ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെ കുറിച്ചും വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. വെളിച്ചത്തിന്റെ പ്രവൃത്തികളെ ചെയ്യുവാൻ കഴിയണം. ഇരുട്ടിന്റെ പ്രവൃത്തികളുമായിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ കഴിയത്തില്ല. അത് ജഡീകനായിട്ടുള്ള ക്രിസ്ത്യാനിയായിട്ട് മാറും. അങ്ങനെയുള്ളവർ കൈവിടപ്പെടുമെന്നും തള്ളപ്പെടുമെന്നുള്ളതിനകത്തും സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് എഴുന്നേൽക്കേണ്ടതിന്റെ അനിവാര്യത എന്താണ്? ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ ജീവിക്കുന്നുവെങ്കിൽ വിട്ടുകളയുക. അതിനോട് ഗുഡ് ബൈ പറയുവാനും പുതിയ മനുഷ്യന്റെ അനുഭവത്തിലേക്ക് വരുവാനായിട്ടും കഴിയണം. മാത്രമല്ല, അവിടെ പറയുക മര്യാദയ്ക്ക് നടക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലെ? 13-ാമത്തെ വാക്യം, റോമർ 13:13. പകൽ സമയത്ത് എന്നപോലെ നാം മര്യാദയായിട്ട് നടക്കാം. പകൽ സമയത്ത് ടിപ് ടോപ്പ് ഡ്രസ്സിൽ വെൽ ഡ്രസ്ഡായിട്ട് നമ്മള് നല്ല പകൽമാന്യന്മാരായിട്ട് നടക്കും. രാത്രിയിലോ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ കർത്താവ് പറയുന്നത്. പൗലോസ് പറഞ്ഞേക്കണ്ട, പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കാം എന്ന് പറഞ്ഞാൽ അവിടെ പറയാതെ പറഞ്ഞേക്കുന്നുണ്ടാ, പകൽ സമയത്ത് എന്ന പോലെ ഇരുട്ടിലും മര്യാദയ്ക്ക് നടക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലെ? ഇരുട്ട് നമുക്കൊരു മറമാണ്.
ഇരുട്ട് നമുക്ക് മാറാം, എന്തും കാണിക്കുവാനും പ്രവർത്തിക്കുവാനുമായിട്ടുള്ള ഒരു മാറാം എന്ന് പറഞ്ഞാല് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, ലോകം ഇരുട്ടിലാണ്. നാം എല്ലാവരും ആ ലോകത്തിന്റെ അന്ധകാരത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ലോകം ഈ ഇരുട്ട് ഒരു വസൂലാക്കി എടുത്തിരിക്കുകയാണ്. ലോകത്തിന് ഈ ഇരുട്ട് ഒരു സൗഖ്യം, ഒരു സുഖം, ഒരു സൗകര്യം. എന്നാൽ ദൈവപൈതൽ ലോകം പ്രവർത്തിക്കുന്നത് പോലെ, ചിന്തിക്കുന്നത് പോലെ, പ്രകടിപ്പിക്കുന്നത് പോലെ ചെയ്യുവാനായിട്ട് പാടില്ല. പകൽ എങ്ങനെ നടക്കുമോ അതേപോലെ തന്നെ നീ രാത്രിയിലും നടക്കണം. പകൽ മര്യാദക്ക് നടക്കുന്നവൻ രാത്രിയിലും മര്യാദക്ക് നടക്കണം. പകൽ മാന്യന്മാരായിട്ടുള്ള ക്രിസ്ത്യാനികളായി ചെയ്യുവാനായിട്ടല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നവൻ, ഇന്നലെ ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നവനെ മുകളിലും രാജാവിനോടൊപ്പം കൃത്യമായിട്ട് നടക്കാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലേ? ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അതുകൊണ്ട് ദൈവം അവനെ എടുത്തു. സ്വർഗത്തിലും ആ രാജകീയ കൊട്ടാരത്തിലെ ആ പർദീസായിലെ ഗാർഡനിൽ, ആ റോയൽ ഗാർഡനിൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടത്തി. അതുകൊണ്ട് ദൈവമക്കളെ, ഇവിടെ പകലിൽ എങ്ങനെ നടക്കുന്നു അതുപോലെ നടക്കുവാനായിട്ട് നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ നടപ്പുണ്ടല്ലോ അത് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ കൊണ്ടത് തീരും. ഈ നടപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരാം. ദൈവത്തോടൊപ്പം ആ സ്വർഗീയ പർദീസായി നമുക്ക് നടക്കുവാനായിട്ട് കഴിയണം. വേഗം അവസാനിപ്പിക്കുക. ഇനി അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എഴുന്നേൽക്കേണ്ടതിന്റെ ആവശ്യകത. ഒരുപാട് കൂട്ടം കാര്യങ്ങൾ പറഞ്ഞല്ലോ, എല്ലാം ഒന്നും തലയിൽ നിൽക്കത്തില്ലെന്നുള്ളത് എനിക്കും അറിയാം. ഈ കേട്ടതൊക്കെ കേട്ട് ഞങ്ങൾ ഒന്ന് പോവുകയോ എന്നുള്ളത് എനിക്കറിയാം. റിവൈൻഡ് ചെയ്ത് കേട്ടുകൊള്ളാം. എഴുന്നേൽക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഈ യെശയ്യാ പ്രവാചകത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ തള്ളപ്പെട്ടു പോകാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആഹ്വാനം ലഭിച്ചിട്ടും മുന്നറിയിപ്പ് കിട്ടിയിട്ടും നാം മാറുന്നില്ലെങ്കിൽ, ഒരു മാനസാന്തരവും രൂപാന്തരവും ഉണ്ടാവുന്നില്ലെങ്കിൽ തള്ളപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. രണ്ട്, എന്തുവേണ്ടിയിട്ടാണ് പറഞ്ഞത്? ജാതികളെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടാണ്. ജാതികൾ നമ്മുടെ പ്രകാശത്തിലേക്ക് കടന്നു പോകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതവിടെ കാണുവാനായിട്ട് സാധിക്കും. ജാതികൾ നമ്മുടെ പ്രകാശത്തിലേക്ക്, ദൈവപൈതലിന്റെ പ്രകാശത്തിലേക്ക്, ഇരുട്ടിലും ശോഭിക്കുന്നതായിട്ടുള്ള പൗലോസിനെ പോലെയും ശിലാസിനെ പോലെയും ഒക്കെ ഇരുട്ടിലും ശോഭിക്കുന്നവരായിരിക്കുമ്പോൾ ജയിലർമാർക്കും അനേക തടവുകാർക്കും ജാതികൾക്ക് ഇരുട്ടിന്റെ നടുവിൽ കൂടെ കടന്നു പോകുന്നവർക്ക് ഈ പ്രകാശം കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ, ഈ ഒരു വാക്യത്തിൽ കൂടെ കർത്താവ് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം, രണ്ട് ദൗത്യങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഒന്ന്, എഴുന്നേൽക്കുക. രണ്ട്, പ്രകാശിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. വാക്കുകളുടെ അവസാനിപ്പിക്കുകയാണ്. 2021 മന്ദതയിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിന്റെ നടുവില് ദൈവത്തിന്റെ ജനം പ്രകാശിക്കുന്നതായ ഒരു വർഷമായി മാറട്ടെ. മാത്രവുമല്ല, ഉദയ നക്ഷത്രമായവൻ അവന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്നു. കർത്താവിനെ എതിരേൽക്കാനായിട്ട് ഒരുങ്ങുക. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.